അവൻ എപ്പോഴാ തുടങ്ങിയതാ? അപ്പൊ നീ ആള് മാറി വന്നതല്ല. പിടിച്ചോളാം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, നമ്മൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ അടുത്ത് കമന്റ് ഒക്കെ പറയാറുള്ള ആളുകൾ പറയാറുള്ളതാണ്, അതായത് ടൂൾസ് വെച്ച് ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് കത്തിയായിട്ട് നമ്മളുടെ കത്തിക്ക് വേറെ ഒരു കമ്മാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കത്തി ഉപയോഗിച്ച് നമ്മളൊരാൾ കുത്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതുപോലെ തന്നെ ഒരു റിയർ ചോക്ക്, അതായത് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു പിടുത്തം വരുവാണ്. സാധാരണ കോമൺ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നടക്കുന്നതാണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് കഴുത്തിൽ ലോക്ക് ചെയ്യുന്നത്. കാരണം കഴുത്തിൻ്റെ ഇതിലൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇവിടെ നിന്നുള്ള ഞരമ്പുകളൊക്കെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി ഒരു ഹെഡ് ലോക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫെയ്ഡ് ഔട്ട് ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാം, ആ ഒരു റിയർ ചോക്ക് ചെയ്യുന്ന ഒരാളുടെ കൈ നിങ്ങൾക്ക് എങ്ങനെ ഓടിച്ചെടുക്കാം എന്നായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ രണ്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക, മാർഷൽ ആർട്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് പിടിക്കുന്നുള്ള അഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളറിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമല്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുംഫുവിൻ്റെ ഒരു സെൽഫ് ഡിഫൻസ് ഇതിനകത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കത്തി വെച്ച് കുത്തുന്നത് നമ്മൾ കളറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തേക്കുന്ന സംഭവമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മിക്സഡ് മാർഷൽ ആർട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ് us go directly to the tutorial. ഞങ്ങൾ ആദ്യം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഴിക്കേണ്ടതെന്നുള്ള സംഭവമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഫൈറ്റുകളിലെല്ലാം കാണുന്ന ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ബാക്കിലേക്ക് വന്നിട്ട് കഴുത്തേൽ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പം നേരെ നമുക്ക് അത് എങ്ങനെയാണ് അപ്പോൾ ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്ലീപ്പിങ്ങിലോട്ട് പോകുന്നത്. ഇതിന് സ്ലീപ്പർ ഹോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. സ്ലീപ്പർ ഹോൾഡ് എന്നൊക്കെ പറയുന്നത് WWE ഉള്ള സംഭവമാണ്. അപ്പോൾ സ്ലീപ്പിങ്ങിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ആ ലോക്ക് അഴിക്കുന്ന പഠിച്ചെടുക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അപ്പം ഈ സംഭവം എങ്ങനെ അഴിക്കണം എന്നുള്ളത് വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇവരെൻ്റെ കഴുത്തിൽ നിന്ന് ബാക്കിൽ നിന്ന് ലോക്ക് ഇടുകയാണ്. ഇങ്ങനെ ഒരു ലോക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ലോക്ക് ഇട്ട ആളുടെ ബൈസെപ്സിൽ നിങ്ങളുടെ വലത് കൈ കൊണ്ട് തന്നെ ലോക്ക് ഇട്ട ആളുടെ ബൈസെപ്സിൽ പിടിക്കുക. ഇത് കണ്ടു, ഇതുപോലെ ബൈസെപ്സിൽ വലത് കൈ കൊണ്ട് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഇപ്പുറത്തെ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഈ കൈ ഇങ്ങനെ അങ്ങ് എടുക്കുക. അതുണ്ടോ, ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഈ ബൈസെപ്സിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൈയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകാതെ ഇങ്ങനെ സൈഡിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് മുമ്പുള്ള ഒരു സെൽഫ് ഡിഫൻസ് വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഷോൾഡറുമായിട്ട് ഇവിടെ ഒരു ലോക്ക് വന്നു. ഇതുണ്ടോ, ഈ ഷോൾഡറും ഈ കൈയുമായിട്ട് ഇവിടെ ഒരു ലോക്ക് വന്നു. ഇപ്പോൾ ആ കൈ നിങ്ങൾ ഒരു ലോക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ലോക്കിലേക്കാണ്. അതുകൊണ്ടോ നിങ്ങളുടെ ഷോൾഡർ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഓപ്പോണന്റിന്റെ കൈയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഷോൾഡർ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒന്നോടെ തിരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഉരിപ്പോൾ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് ടൈറ്റ് ആയ സ്ഥിതിക്ക് നമുക്കിതുണ്ട്, എൻ്റെ കയ്യിലേക്ക് ഇപ്പുറത്തെ കൈയിലേക്കും കൂടെ ഈ ലോക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ആ ലോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോണന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിനി വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാനിങ്ങനെ ലോക്ക് ഇട്ടിട്ടുണ്ട്. ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് വേണമെങ്കിൽ ഈ കൈ വെച്ച് ഇടിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ തോന്നുമായിരിക്കും. പക്ഷേ ഈ കൈ വെച്ച് ഇടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്പീഡിലാണ് നമ്മൾ ഈ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈ ഊരിപ്പോകും കഴിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ ഇവരെ എന്തെങ്കിലും ലോക്ക് ഇട്ടൊന്ന് കാണിച്ചു തരാം. അതെ, എന്നെ ലോക്ക് ഇട്ട് ബാക്കിൻ്റെ റിയർ ആയിട്ട് ടൈറ്റ് ആയിട്ട് പിടിച്ചു. ഞാൻ എൻ്റെ ബൈസെപ്സിൽ കയറി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നോ ഈ ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഇവിടെ എനിക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ പഞ്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നതിന് മുമ്പ്, അതായത് അതെ സ്പീഡിലാണ് കാര്യം. ഇങ്ങനെ പഞ്ച് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോക്ക് ഇട്ട് ശരിക്കും കൈൻ്റെ ഇവിടെ നിന്ന് ഓടിച്ചേക്കണം. ഓടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ പഞ്ച് ചെയ്യാനുള്ള ഗ്യാപ്പില്ല. ഇല്ലെങ്കിൽ അവിടെ ഒരു വൾണറബിലിറ്റി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതിന് മുമ്പ് ഇത് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവമാണ്. ഇത് ഞാൻ നേരെ കയറി പിടിക്കുന്നു, അപ്പം തന്നെ ഞാൻ ഓടിച്ചു കൂടുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് ഇടിക്കാനുള്ള ആ ഒരു റിഫ്ലെക്സിലേക്ക് നമ്മുടെ മനസ്സ് പോകത്തില്ല. നേരെ പിന്നെ ഇതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ കാലിനും കൂടെ ഒന്ന് തട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിലത്ത് വീഴും. അപ്പോൾ പിന്നെ ഇടിക്കാനുള്ള ഒരു ഇത് സ്കോപ്പ്. കൈ ഇങ്ങനെ ഇവിടുത്തെ എൽബോ അല്ല, നിങ്ങളുടെ ഡെൽറ്റിൻ്റെ ഇവിടുന്ന് അങ്ങ് വിടിപ്പിച്ചെടുക്കുന്നതിൻ്റെ കൂടെ കാലിലും കൂടെ ഒരു ചവിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓപ്പോണ്ട് നേരെ മറിഞ്ഞടിച്ച് വീഴും. ആ മറിഞ്ഞടിച്ച് വീഴുന്ന ഫോഴ്സിൽ തന്നെ കൈയുടെ ബാക്കിയും കൂടെ ഓടിയും. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ അഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നോക്കി മനസ്സിലാവും, കൈ ശരിക്കും മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഞാൻ ഇവിടുത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ലോക്കും കൂടെ കിട്ടും, ഇങ്ങനെ അങ്ങ് പിടിച്ചേക്കുക.
അപ്പം ഈ ഒരു കൈ കൊണ്ട് മാത്രം ഇത് അഴിച്ചെടുക്കുക എന്നുള്ളത്, ഈ കൈ വിടിയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ടൈറ്റ് ആയിരിക്കും. അതാണ് കോമൺ ആയിട്ട് ഫൈറ്റുകളെല്ലാം നടക്കുന്നത്. നമ്മൾ ഈ കൈ വിടിയിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. വിടിയിപ്പിച്ച് കഴിഞ്ഞാണല്ലോ നമുക്ക് ഇത് ലോക്കലി കൺവേർട്ട് അത്. അപ്പോൾ നമ്മൾ വേറെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞുള്ളത് വളറബിൾ ആയിട്ടുള്ള പാർട്ടിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വളറബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലുകൾ തന്നെയാണ്. അപ്പോൾ ഈ കൈയുടെ വിരൽ പിടിച്ചിട്ട് നമ്മൾ താഴത്തോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ബലം പിടിച്ചിട്ടുള്ള ആളാണെങ്കിലും കൈ ലൂസ് ചെയ്യാതെ രക്ഷയില്ല. അപ്പോൾ ഈ വിരൽ പിടിച്ചിട്ട് താഴത്തോട്ട് വളച്ചു. അതുപോലെ ബാക്കി എല്ലാ സംഭവങ്ങളും സെയിം തന്നെ, വിരലാണ് ഇവിടെ വളച്ചേക്കുന്നത്, അത്രയും കേസുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് അഴിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ വിരൽ പിടിച്ച് താഴത്തോട്ട് വളച്ചിട്ടാണെങ്കിൽ ഫ്രണ്ട്സ്. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു പിടുത്തം വരുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങൾ കൈ ആയിരിക്കരുത് പിടിക്കാൻ നോക്കുന്നത്. കൈ നേരെ മറിച്ച് പിടിച്ചോളാം. ആ കൈയുടെ ഏതെങ്കിലും ഒരു വിരലിലേക്കായിരിക്കണം നിങ്ങൾ പിടിക്കേണ്ടത്. അതായത് ഇവിടെ നിന്ന് എത്തിക്കുക, കൈയുടെ ഒരു വിരൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിരലങ്ങ് ഒടിക്കുക ആദ്യം, അവിടെ വെച്ച് തന്നെ ആ വിരലങ്ങ് ഒടിക്കുക. എന്നിട്ട് സോറി ഇവിടെ വെച്ച് തന്നെ ആ വിരലങ്ങ് ഞാൻ ആലോചിച്ച് ഒന്ന് പിടിക്കാൻ പാടും. ഇവിടെ വെച്ച് തന്നെ ആ വിരലങ്ങ് ഒടിച്ചിട്ട് ഇതുണ്ടോ, മടക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വരുന്നത്. ഇതുണ്ടോ, അപ്പോൾ ഇതുപോലെ അബദ്ധം പറ്റുമായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വലത്ത് കൈ വെച്ചിട്ടാണ് നമ്മളിവിടെ ലോക്ക് ഇടുന്നത്, ഇടത്തെ കൈ വെച്ചാണ് നമ്മൾ ലോക്ക് അഴിക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ലോക്ക് അഴിക്കുന്നത് ഇടത്തെ കൈ വെച്ചിട്ടും ഇടുന്നത് വലത്തെ കൈ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലത്തെ കൈ വെച്ച് ഇപ്പോൾ അഴിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇവന് അഴിക്കാൻ വേണ്ടി പറ്റിയെന്നില്ല മാത്രമല്ല ഇവന് ലോക്ക് കൂടുതൽ വരത്തേയുള്ളൂ, സ്വയം ലോക്ക് വരത്തേയുള്ളൂ, സ്വന്തമായിട്ട് ലോക്കിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ എന്താ പറയുക, നിങ്ങളിത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, സംഭവം എന്നെ ഇങ്ങനെ വരുന്നത്, നിങ്ങളിങ്ങനെ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ആ ഒരു ഫൈറ്റ് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഇത് ചെയ്യാൻ നോക്കിയിട്ട് ഇതുകൊണ്ട് എൻ്റെ കൈ തന്നെ ഇങ്ങനെ തിരിഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ലോക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഏത് കൈ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരു ഓപ്പോണന്റ് നിങ്ങൾ വന്ന് ശക്തിയുള്ള ഓപ്പോണന്റ് ഒന്ന് ഏറ്റവും നന്നായിട്ട് ആര് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിപ്പോൾ രണ്ടുപേരും നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന അക്രമി ഈ വീഡിയോ കണ്ടിട്ട് വരട്ടെ. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, അല്ല രണ്ടുപേരിൽ ഒരാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കായിരിക്കും അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമുക്കിനി നമ്മുടെ റിയൽ ടൈമിലോട്ട് പോകാം. ലെറ്റ്സ് ബ്രേക്ക് സം ബോൺസ്. നീയാണോടാ മഹാദേവ്? അതെ, നീ എന്താ? എൻ്റെ പേര് ശ്രീഗിരി. പിള്ളേരെ കൊലകൊല്ലേന്ന് വിളി. ഞാൻ വന്ന ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടാ നിന്നെ ഉസ്താദാക്കി ഈ കൈ അതങ്ങ് വെട്ടിയെടുക്കും. എന്നിട്ട് നിന്റെ കവാലം നോക്കി വന്നിട്ട് വേണം എനിക്ക് അടുത്ത ബസ് പിടിക്കാൻ. ശ്രീഹരി, എൻ്റെ പേരെന്നാ പറഞ്ഞത്? കൊലകൊല്ലി. കൊലയുള്ള കൊല്ലിയാണെങ്കിലും കൊലയില്ലാത്ത കൊല്ലിയാണെങ്കിലും എടാ, അങ്ങനെ പിടിച്ച ഉടനെ ഊരിപ്പോരുന്ന ഉണ്ണിപ്പിണ്ടി കൈകൾ നീ കുറെ കണ്ടിട്ടുണ്ടാവും. അത് ഇത് ആള് വേറെയാണല്ലോടാ. നീ ശരിക്കും ചോദിച്ചും കണ്ടുവേണോ വന്നേ? വേദനാ സ്ഥലം. ഇത് കഞ്ഞിക്കുഴിയാ? ഇത് കഞ്ഞിക്കുഴി. നീ മഹാദേവനാണെങ്കിൽ നിന്റെ കൈ വെട്ടിയിട്ടാ ഞാൻ പോകത്തുള്ളൂ. ഓഹോ, അപ്പൊ കൈ വെട്ടാനായിട്ട് തന്നെ ഇറങ്ങിയതാണ്. അപ്പൊ എങ്ങനെയാ ശ്രീഹരി, കളി തുടങ്ങുമല്ലേ? ഞാൻ എപ്പോഴാ തുടങ്ങിയടാ? അപ്പൊ നീ ആള് മാറി വന്നതല്ല. എന്നാ പിടിച്ചോടാ. കൊലകൊല്ലി, ചാകാണ്ടെനിക്ക് വീട്ടിൽ പോടാ. ഇതും കൊണ്ടൊന്ന് അവസാനത്ത് നേർത്തണ്ടാ, ഞാൻ ഇനിയും വരും.